ഞാൻ അത് നിയമപരമായി നിലനിൽക്കും എന്ന് കരുതുന്നില്ല. ഞാനും പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരു അഭിഭാഷകനാണ്. ഒരു കാരണവശാലും നിലനിൽക്കില്ല. കാരണം ഇത് മൗലിക സ്വാതന്ത്ര്യത്തിൻ്റെ മീതെയുള്ള കടന്നുകയറ്റമാണ്. സുപ്രീം കോടതി സമാനമായ കേസുകളിലെ കൃത്യമായ വിധികളുണ്ട്. അതൊന്നും പരിശോധിക്കാതെ വൈരാഗ്യം കൊണ്ട് മാത്രം കേസെടുത്തിരിക്കുന്നു. ഇതൊന്നും നിർത്തിക്കാൻ വേണ്ടിയിട്ട് ഇത് കേൾക്കാൻ പറ്റുള്ളതാണ്. അതാണ് പ്രശ്നം. അല്ല, വിവാദം ഉണ്ടാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് എന്താ വിരോധം? വിവാദം ഉണ്ടാക്കിക്കൊണ്ട് കാര്യമില്ലല്ലോ. അപ്പം ഈ പാട്ട് കൂടുതൽ പാടും. കേരളം മുഴുവൻ പാടാൻ പോവാണ് ഈ പാട്ട്. ഞങ്ങൾ എല്ലാ ബൂത്തുകളിലും പാടാൻ തീരുമാനിച്ചിരിക്കുക ഈ പാട്ട് ഏതായാലും. കാരണം ആളുകൾ ആവശ്യപ്പെടുകയാണ് ഇത് പാടണമെന്ന് എല്ലായിടത്തും. ഇപ്പോൾ ഇവർ പ്രചാരണം കൊടുത്ത് ആ സ്ഥിതിയിലേക്ക് എത്തിച്ചു. ഇപ്പോൾ എല്ലായിടത്തും ഇന്ന് എന്നെ ഒരു 15 പേരെങ്കിലും വിളിച്ചിരുന്നു. ഇത് എല്ലായിടത്തും ഈ ഗാനം അവതരിപ്പിക്കണമെന്ന് പറഞ്ഞു. അവരെ കൊണ്ടുപോയി കേരളത്തിൽ മുഴുവൻ ഈ പരിപാടി സംഘടിപ്പിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പാടിയ ആളുകളെ കൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്താൻ സാറ് മുൻകൈ എടുക്കണം എന്നാണ് എന്നെ വിളിക്കുന്ന സാധാരണക്കാരായ ആളുകൾ പറയുന്നത്. അപ്പൊ പ്രചാരം കൊണ്ട് കാര്യമുണ്ട്. അത് കോടതി കേസ് കൊടുത്തിട്ട് പിന്നെ എന്നെ പുറത്തു നിന്ന് വെല്ലുവിളിക്കുന്നതിനാ? കോടതിയിൽ കേസ് കൊടുത്ത് കോടതിയിലല്ലേ ഹാജരാക്കണത്. അത് ഉറങ്ങാൻ പറ്റാത്തത് ഇതിനൊക്കെ കൂട്ടുനിന്ന് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഉറങ്ങണത്? ഇതിൻ്റെ അത് വളരെ സിമ്പിളാണ് കാര്യം. ഞാനല്ലല്ലോ പറഞ്ഞത്. അയ്യപ്പൻ്റെ ദ്വാരപാലക ശില്പം ഒരു വിൽഫുൾ പർച്ചേസറിന് വലിയ തുകയ്ക്ക് വിറ്റുകയാണ് അല്ലേ? വലിയ തുകയ്ക്ക് വിൽക്കുന്നത് കോടീശ്വരനല്ലേ മേടിക്കുള്ളൂ. സാധാരണക്കാർക്ക് മേടിക്കാൻ പറ്റുമോ? അപ്പോൾ ഒരു കോടീശ്വരൻ അത് വിറ്റു. കോടതിയാണ് പറഞ്ഞിരിക്കുന്നത്. ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉണ്ട്. It would have been sold to a willful purchaser for a substantial amount എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനല്ല വിറ്റത്. പിന്നെ കോടതി തന്നെ വേറൊരു വിധിയിൽ പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് എല്ലാം അറിയാമായിരുന്നത്, ഗവൺമെന്റിന് ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഏത് കോടീശ്വരനാണ് വിറ്റതെന്നാണ് ഞാൻ കടകംപള്ളി സുരേന്ദ്രനോട് ചോദിച്ചത്. അറിയാവുന്നവരോടല്ലേ എനിക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. അതിലെന്താ തെറ്റ്? ഇല്ലെങ്കിൽ ഞാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടിട്ട് പോലും ഇല്ല, എനിക്കൊരു ബന്ധമില്ല എന്ന് അദ്ദേഹം പറയുന്നില്ലേ? അദ്ദേഹത്തിന് ബന്ധമുണ്ട്. അപ്പം പിന്നെ 2 കോടിക്കാണ് എനിക്ക് നോട്ടീസ് അയച്ചത് മാനം പോയെന്ന്. 2 കോടി രൂപ കൊടുക്കണമെന്നും പറഞ്ഞു നോട്ടീസ് അയച്ചത്. അത് കോടതിയിലെത്തിയപ്പോൾ 10 ലക്ഷമായിട്ട് മാനം കുറഞ്ഞു. 2 കോടിയുടെ അറിയില്ല എനിക്ക്. പിന്നെ 2 കോടിയുടെ നോട്ടീസ് അയച്ച് 10 ലക്ഷത്തിൻ്റെ മാനം ഞാൻ ആ കേസ് നടത്തിക്കൊള്ളാം. ഞാൻ അയച്ച മറുപടിയിലും ഞാൻ അവിടെ കൊടുത്ത എൻ്റെ വിശദീകരണത്തിലും വളരെ കൃത്യമായി ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും അതിലെ തെളിവുകൾ ഞാൻ ഹാജരാക്കിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എന്തിനാ തെളിവ് ഹാജരാക്കണം? കോടതി പറയുമ്പോഴല്ലേ തെളിവ് ഹാജരാക്കണം. കോടതിയിലൊരു നടപടിക്രമം വരുമല്ലോ, സിവിൽ കോർട്ടിൽ. ആ സിവിൽ കോർട്ടിൻ്റെ മുമ്പിൽ ഞാൻ പറഞ്ഞതിൽ തെറ്റില്ല എന്ന് പറ്റുന്ന തെളിവുകൾ ഹാജരാക്കാം. കോടതിയിൽ കൊണ്ട് കേസ് കൊടുത്തിട്ട് പുറത്ത് ഹാജരാക്കാൻ പറഞ്ഞ് വെല്ലുവിളിക്കുന്നതിന് അത് കോടതിയിൽ ഹാജരാക്കേണ്ടത് കോടതിയിൽ ഹാജരാക്കും. ഞാനിത് തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്വേഷണ സംഘത്തിന്റെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം ഉണ്ടായിരുന്നു, കനത്ത സമ്മർദ്ദം, അന്വേഷണം മുമ്പോട്ട് പോകാതിരിക്കാൻ വേണ്ടി. അതിനെ അവർ മറികടന്ന് അവർ പോകുന്നതാണ്. ഞാൻ ഇപ്പോഴും അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തനത്തിൽ അതൃപ്തി പറയുന്നില്ല. അത് ഹൈക്കോടതി നേരിട്ട് നിയോഗിച്ചിരിക്കുന്ന അന്വേഷണ സംഘമാണ്. അവർ കുറേ മുന്നോട്ട് പോയിരുന്നു. പിന്നെ ഒരു മന്ദഗതി ഉണ്ടായിട്ടുണ്ട്. അത് എന്താണെന്ന് അവർക്ക് അറിയുള്ളൂ. പക്ഷെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ മീതെ ഇപ്പോൾ മാത്രമല്ല വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പും അവരുടെ മീതെ സമ്മർദ്ദം ഉണ്ടായിരുന്നു. ഇപ്പം തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് നീട്ടി കൊണ്ടുപോകണം. വേറെ ചില ആളുകളെ ചോദ്യം ചെയ്യുന്നതിൽ നിന്നും അറസ്റ്റ് ചെയ്യുന്നതിൽ നിന്നും നീട്ടിക്കൊണ്ടു പോകണം എന്നൊരു സമ്മർദ്ദം ഉണ്ടായിരുന്നു. അതിനവർ കീഴടങ്ങിയതെന്ന് എനിക്കറിയില്ല.